ആണ് നാരദൻ. നാരദൻ എന്ന് പറഞ്ഞാൽ പരമാത്മജ്ഞാനത്തെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ. ഭക്തിയുടെ മൂർത്തിയാണ് നാരദൻ എന്ന് പറയാം. കാരണം നാരദൻ്റെ കൈവശമുള്ളത് ഭക്തിയാണ്, തികഞ്ഞ ഭഗവത് ഭക്തി. ആ ഭക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. അദ്ദേഹത്തിന് മറ്റൊരു ഗുണമുണ്ട്. തനിക്ക് കിട്ടിയ ആ കഴിവിനെ മറ്റുള്ളവർക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നാരദൻ. മറ്റൊരു കഥാപാത്രത്തെയും നമുക്ക് ഭാഗവതത്തിൽ ഇങ്ങനെ കാണില്ല. തനിക്ക് കിട്ടിയ താനത് ഉപയോഗിക്കുമെന്നല്ലാതെ മറ്റുള്ളവരെ ഭഗവാനിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരൊറ്റ കഥാപാത്രമേ ഉള്ളൂ. അതാരാ? നാരദൻ. നമുക്കറിയാം, മഹാഭാരതം രചിച്ചതും രാമായണം രചിച്ചതും ഈ ഭാഗവതങ്ങൾ അതുപോലുള്ള മറ്റു പുരാണങ്ങളൊക്കെ രചിക്കപ്പെട്ടതും എല്ലാം നാരദൻ്റെ പ്രേരണ കൊണ്ടാണ്. അപ്പോൾ നാരദനൊരു മഹാശ്രേഷ്ഠനാണെന്ന്. ആ നാരദൻ സ്വർഗത്തിനേക്കാൾ നല്ലത് ഭൂമിയാണെന്ന് കരുതി ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ഇവിടെ വന്ന് പുണ്യതീർത്ഥങ്ങളൊക്കെ പോയി കണ്ടു. പുഷ്കരം, പ്രയാഗം, അങ്ങനെ കാശി തീർത്ഥം, അവിടെയൊക്കെ പോയി കണ്ടു. എവിടെയും അധർമ്മമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. കലി ബാധിച്ചിരിക്കുന്നു. കലികാലത്താണ് വന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂതലം വിട്ട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയ ശേഷമാണ് ഈ വരവ്. അപ്പോൾ എവിടെയും ധർമ്മമില്ല. ഭഗവാൻ പോയതോടുകൂടെ ധർമ്മം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അല്പം സത്യം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത കാഴ്ച കണ്ടു. ഒരു സുന്ദരിയായ യുവതി, കൂടെ രണ്ട് വൃദ്ധന്മാരും. അവരെ ഈ യുവതി കേടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നിലവിളിയാണ്. അവരെ ആശ്വസിപ്പിക്കാൻ കുറേ തോഴിമാരുമുണ്ട്. ഇത് കണ്ടപ്പോൾ നാരദൻ ചോദിച്ചു, എന്താണ്, ആരാണ് നിങ്ങൾ, എന്താണ് ഈ കാണുന്നത്? പറഞ്ഞു, ഞാൻ ഭക്തിയാണ്. ഇത് എൻ്റെ രണ്ട് മക്കളാണ്, പക്ഷേ അവർ വൃദ്ധന്മാരായിരിക്കുന്നു. എൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യവുമാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണം പറ്റിയതാണ്. ഞങ്ങൾ കഷ്ടിച്ച് ഞെരുങ്ങിയൊക്കെ ഇവിടെ വൃന്ദാവനത്തിലെത്തിയപ്പോൾ എനിക്ക് എൻ്റെ സൗന്ദര്യവും എൻ്റെ ഈ ശക്തിയും എല്ലാം തേജസ്സും എല്ലാം തിരിച്ചു കിട്ടി. കാരണം ഇവിടെ ഇത് ഭക്തിയുടെ നാടായതുകൊണ്ടാവാം. ഇവർക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. അങ്ങ് നല്ലപോലെ ചിന്തിച്ചുകൊണ്ട്, അങ്ങ് പരമാത്മജ്ഞാനിയാണല്ലോ, അങ്ങ് ചിന്തിച്ചുകൊണ്ട് അതിന് പ്രതിവിധി കണ്ടെത്തി തരണം. നാരദൻ ചിന്തിച്ചു, മനസ്സിലായി, ഇത് ഭക്തിയായതുകൊണ്ട്, വൃന്ദാവനമായതുകൊണ്ടാണ്. ഭഗവാൻ എന്നും വാഴുന്ന സ്ഥലം നമുക്കറിയാമല്ലോ, മധുവനം എന്നാണ് ഇതിന് സ്ഥലത്തിന് നേരത്തെ പേരുണ്ടാകുന്നത്.